Dear friends, welcome to SL's Academy. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ആദ്യ 3D സീബ്ര ലൈൻ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ ചിറ്റാർപറമ്പ് ഹൈസ്കൂളിന് സമീപമാണ് 3D സീബ്ര ലൈൻ നിലവിൽ വന്നത്. ക്ലിയർ? ഈ 3D സീബ്ര ലൈൻ ആദ്യമായി നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയാണ്? ഗുജറാത്തിലും ഡൽഹിയിലുമാണ് നിലവിൽ വന്നത്. ക്ലിയർ? കേരളത്തിൽ ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ്. അടുത്ത പോയിന്റ്, ഗ്ലോബൽ ടാലന്റ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് 2019 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 80ാം സ്ഥാനം. 1ാം സ്ഥാനം എന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡ്. ക്ലിയർ? അടുത്ത പോയിന്റ്, CNN-ന്റെ ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കേരളമാണ്. ക്ലിയർ ആണോ? അടുത്ത 2019-2020 കേരള സംസ്ഥാന ബഡ്ജറ്റിന്റെ കവർ ചിത്രം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയും പഞ്ചമിയുമാണ്. ആരാണ്? അയ്യങ്കാളിയും പഞ്ചമിയുമാണ്. ഇത് വരച്ചത് ആരെന്ന് ചോദിച്ചാൽ PS ജലജ. ആരാ വരച്ച? PS ജലജ. അടുത്ത പോയിന്റ്, ബാർക്ക് ഇന്ത്യ ചെയർമാനായി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ പുനീത് ഗോയങ്ക. പുനീത് ഗോയങ്ക. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ ആദ്യ 3D സീബ്ര ലൈൻ നിലവിൽ വന്നത് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിലെ ചിറ്റാർപറമ്പ് ഹൈസ്കൂളിന് സമീപം. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലും ഡൽഹിയിലുമാണ്. അടുത്ത പോയിന്റ്, ഗ്ലോബൽ ടാലന്റ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് 2019 ഇന്ത്യയുടെ സ്ഥാനം 80ാം സ്ഥാനം. 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡ്. അടുത്ത പോയിന്റ്, CNN-ന്റെ ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കേരളമാണ്. അടുത്ത പോയിന്റ്, 2019-20 കേരള സംസ്ഥാന ബഡ്ജറ്റിന്റെ കവർ ചിത്രം ആരുടെയാണെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയുടെയും പഞ്ചമിയുടെയും ചിത്രമാണ്. ഇത് വരച്ചത് ആരെന്ന് ചോദിച്ചാൽ PS ജലജയാണ് വരച്ചത്. ഓർത്ത് വെക്കാൻ മറന്നു പോരുത്. അടുത്ത പോയിന്റ്, ബാർക്ക് ഇന്ത്യ ചെയർമാനായി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ പുനീത് ഗോയങ്ക. ക്ലിയർ? അടുത്ത പോയിന്റ് അടുത്ത പോയിന്റ്, ഇന്ത്യ എയും ഇംഗ്ലണ്ട് ലയൺസും തമ്മിൽ നടന്ന ഏകദിന പരമ്പര നേടിയത് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ എ ആണ്. മത്സരത്തിന്റെ നില എങ്ങനെയാന്ന് ചോദിച്ചാൽ 4-1 ഇന്ത്യ നേടിയത്. ഇന്ത്യ എ നേടിയത്. ക്ലിയർ? അടുത്ത പോയിന്റ്, 2019 റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? ത്രിപുര. അടുത്ത പോയിന്റ്, നാഷണൽ സാമ്പിൾ സർവേ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്രയെന്ന് ചോദിച്ചാൽ 6.1%. ക്ലിയർ? അടുത്ത പോയിന്റ്, പാർശ്വവൽക്കൃതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീക്ക് നൽകാൻ കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച അവാർഡ് എന്ന് ചോദിച്ചാൽ ദാക്ഷായണി വേലായുധൻ അവാർഡ്. ക്ലിയർ? അടുത്ത പോയിന്റ്, കേരളത്തിലെ ആദ്യ ബാഗ് ഫ്രീ സ്കൂളായി മാറിയത് എന്ന് ചോദിച്ചാൽ തരിയോട് SALPS വയനാട് ജില്ലയിലെ തരിയോട് SALPS ആണ്. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും നീളമേറിയ എക്സ്പ്രസ് വേ നിലവിൽ വരാവുന്ന സംസ്ഥാനം ഏത് വെച്ചാൽ എവിടെയാണ്? ഉത്തർപ്രദേശ്. ക്ലിയർ? ഒന്നുകൂടെ നോക്കാം. ഇന്ത്യ എയും ഇംഗ്ലണ്ട് ലയൺസും തമ്മിൽ നടന്ന ഏകദിന പരമ്പര നേടിയത് ഇന്ത്യ എ ആണ്. 4-1 നേടിയത്. അടുത്ത 2019 റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ത്രിപുര. നാഷണൽ സാമ്പിൾ സർവേയുടെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്രയെന്ന് ചോദിച്ചാൽ 6.1%. പാർശ്വവൽക്കൃതരുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീക്ക് നൽകാൻ കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച അവാർഡ് എന്ന് ചോദിച്ചാൽ ദാക്ഷായണി വേലായുധൻ അവാർഡ്. അടുത്ത പോയിന്റ്, കേരളത്തിലെ ആദ്യ ബാഗ് ഫ്രീ സ്കൂളായി മാറിയത് എന്ന് ചോദിച്ചാൽ തരിയോട് SALPS വയനാട് ജില്ല. അടുത്ത, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ നിലവിൽ വരുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ്. ക്ലിയർ? നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.